ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അഹ്ലൻ ബിക്കും അഹിബായി ഫി സ്സഫി ത്ഥാനി. രണ്ടാം ക്ലാസ്സിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സബാഹുൽ ഖൈർ. ഖുലു ഇജാബ യാ അസ്ദിഖായി. നഅം സബാഹുൻ നൂർ. ഇൻഷാ അല്ലാഹ് അൽയൗമ നബ്ദഉ അൽ വഹ്ദതു الثانിയ. ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. മാദാ ഫിൽ വഹ്ദത്തി الثانിയ. രണ്ടാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണുള്ളത്? അത്തകാഫുൽ. മാ മഅന അത്തകാഫുൽ യാ അഹ്ബാബി? തകാഫുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? സംരക്ഷണം നൽകുക. സംരക്ഷണം നൽകുക. തകാഫുൽ സംരക്ഷണം നൽകുക. സുമ്മ മാദാ? നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന സുയാഹും മിൻ ഷജറ, മരത്തിൽ നിന്നുള്ള ഒരു നിലവിളി. അതെന്താണ് മക്കളെ? ഒരു ഖിസ്സയാണ്. ഹൽ തുഹിബ്ബൂനൽ ഖിസ്സ? നിങ്ങൾക്ക് എല്ലാവർക്കും ഖിസ്സ ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്ക് ആ കഥയിലേക്ക് പ്രവേശിക്കണ്ടേ? നഅം നദ്ഖുലു ഇലൽ ഖിസ്സ. അവലൻ നുശാഹിദു അസ്സുവറ വനുനാഖിഷു. നമുക്ക് ആദ്യം ചിത്രം കണ്ട് ആ ചിത്രത്തെ കുറിച്ച് ചർച്ച ചെയ്താലോ? നുശാഹിദു സൂറ വനുനാഖിഷു. നമുക്ക് ചിത്രം കണ്ട് ചർച്ച ചെയ്യാം. ഉൻദുറു ഇല ശാശ. അസ്സുആലുൽ അവ്വൽ, മൻ ഫീ ഹാദിഹി സൂറത്തി? ഈ ചിത്രത്തിൽ ആരാണ് മക്കളെ ഉള്ളത്? ഉൻദുറു ഇല സൂറ. ചിത്രത്തിലേക്ക് നോക്കിക്കോളൂ. മൻ ഫീ ഹാദിഹി സൂറ. ആരാണ് ഈ ചിത്രത്തിലുള്ളത്? നഅം അൽ ഗുറാബ്. ഗുറാബ് ഉണ്ട്. ഗുറാബിനെ നോക്കി നിൽക്കുന്ന ചോര കുഞ്ഞുങ്ങളില്ലേ? അൽ അഫ്രാഹ്. എന്താണ് ആ ചോര കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുക? അൽ അഫ്രാഹ്. കൊക്കിൻ കുഞ്ഞുങ്ങളുണ്ട്. ഒന്നാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ച രസകരമായ ഒരു ഗാനം നമുക്ക് ഓർത്തു പാടിയാലോ മക്കളെ? സുആലു സാനി. രണ്ടാമത്തെ ചോദ്യം. ഐന യജ്ലിസുൽ അഫ്രാഖു? കൊക്കിൻ കുഞ്ഞുങ്ങൾ. കൊക്കിൻ കുഞ്ഞുങ്ങൾ ഐന യജ്ലിസു, എവിടെയാണ് ഇരിക്കുന്നത് മക്കളെ? നാം കൊക്കിന്റെ കൂട്ടിലല്ലേ ഇരിക്കുന്നത്. എന്തു പറയും? യജ്ലിസുൽ അഫ്രാഖു ഫിൽ ഉശ്ശി. ഉശ്ശ് എന്ന് പറഞ്ഞാൽ കിളിക്കൂട്. അയിന യജ്ലിസുൽ അഫ്രാഖു. യജ്ലിസുൽ അഫ്രാഖു ഫിൽ ഉശ്ശി. കിളിക്കൂട്ടിലാണ് ഇരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. ലിമ തബ്കി അൽ അഫ്രാഖു? ആ കൊക്കിന്റെ കുഞ്ഞുങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനായിരിക്കും? ചിലപ്പോ വിശപ്പുണ്ടാകുമല്ലേ? തബ്കി അൽ അഫ്രാഖു ബിൽ ജൂഇ. വിശപ്പ് സഹിക്കവയ്യാതെയാണ് കിളിക്കുഞ്ഞുങ്ങൾ, കൊക്കിന്റെ കുഞ്ഞുങ്ങൾ കരയുന്നത്. ശരിയാണോ? അല്ലെങ്കിലോ എന്തെങ്കിലും കണ്ടു പേടിച്ചിട്ടുണ്ടാകും. തബ്കി അൽ അഫ്രാഖു ബിൽ ഖൗഫ്. പേടിച്ചിട്ടാണ് കിളിക്കുഞ്ഞുങ്ങൾ കരയുന്നത്. ഏതായിരിക്കും ശരി? അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. ആ ഹാദിഹി അഫ്രാഖു ഖുറാബ്? ഇത് കാക്കയുടെ കുഞ്ഞുങ്ങളാണോ? ലാ, ഹാദിഹി അഫ്രാഖു ലഖ്ലഖ്. ലഖ്ലഖിന്റെ കുഞ്ഞുങ്ങളാണ്. കാരണം നിങ്ങൾ അതിന്റെ കൊക്ക് കണ്ടില്ലേ? ചുണ്ട് ആരുടേതാണ്? ലഖ്ലഖിന്റേതല്ലേ? തൂവല് കണ്ടില്ലേ? വെള്ള തൂവല്. അടുത്ത ചോദ്യം നോക്കൂ മക്കളെ. മാദാ തുരീദു അഫ്രാഖ്? ആ കുഞ്ഞുങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോ വിശപ്പ് കൊണ്ട് ഭക്ഷണമായിരിക്കും ഉദ്ദേശിക്കുക. തുരീദു ത്വാം, ഭക്ഷണം ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിലോ തുരീദു അസ്സലാമ, സമാധാനം ഉദ്ദേശിക്കുന്നു, രക്ഷ ഉദ്ദേശിക്കുന്നു. തുരീദു അത്തകാഫുൽ, സംരക്ഷണം ഉദ്ദേശിക്കുന്നു. എന്തായിരിക്കും മക്കളെ? അസ്സുആലു സാദിസ്. ആറാമത്തെ ചോദ്യം. അയുസാഇദുൽ ഗുറാബ അൽ അഫ്രാഖ്?
തള്ളക്കാക്ക കുഞ്ഞുങ്ങളെ സഹായിച്ചോ? കുഞ്ഞുങ്ങൾ കരയുമ്പോ തള്ളക്കാക്കാക്ക് വേദനയുണ്ടാവില്ലേ? സഹായിച്ചിട്ടുണ്ടാവില്ലേ? നഅം. നോക്കൂ നിങ്ങൾ, നഅം സഅദൽ ഗുറാബ് അൽ അഫ്രാഹ്. അതേ, തള്ളക്കാക്ക കുഞ്ഞുങ്ങളെ സഹായിച്ചു. ശരിയല്ലേ? നഅം സഅദൽ ഗുറാബ് അൽ അഫ്രാഹ്. അതേ, തള്ളക്കാക്ക കുഞ്ഞുങ്ങളെ സഹായിച്ചു. അടുത്ത ചോദ്യം നോക്കൂ. മാദാ യുരീദുൽ ഖുറാബ്. കാക്ക എന്താണ് ഉദ്ദേശിച്ചത്? അത്തകാഫുലുൽ അഫ്രാഹ്. ആ കൊക്കിന്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണമാണ് കാക്ക ഉദ്ദേശിച്ചത്. യുരീദുൽ ഖുറാബ് അത്തകാഫുലുൽ അഫ്രാഹ്. കൊക്കിന്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണമാണ് കാക്ക ഉദ്ദേശിച്ചത്. ആരോ കൊക്കിന്റെ കുഞ്ഞുങ്ങളെ പേടിപ്പെടുത്തിയിട്ടുണ്ട്. അവര് വാവിട്ട് കരയുകയാണ്, സിയാഹ് ചെയ്യുകയാണ്. അപ്പോൾ കാക്ക ഉദ്ദേശിച്ചത് അതാണ്. 28ാമത്തെ പേജ് എടുത്താലോ? മാദാ നുശാഹിദു ഫി സൂറത്ത്. ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത് മക്കളെ? അഫ്രാഹ് അവിടെയും ഉണ്ടല്ലേ, കിളിക്കുഞ്ഞുങ്ങൾ. ആരുടെ കുഞ്ഞുങ്ങളാണ്? വെള്ള തൂവലൊക്കെ കണ്ടില്ലേ? അപ്പൊ ആരുടെ കുഞ്ഞുങ്ങളാകും? അഫ്രാഹുൽ ലഖ്ലഖ്. ലഖ്ലഖിന്റെ കുഞ്ഞുങ്ങളാണ്. മൻ തഹ്ത ഷജറത്തി. ആരാണ് മരച്ചുവട്ടിൽ വീണ് കിടക്കുന്നത്? സുഅ്ബാന്, പാമ്പല്ലേ? എങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. കൂട്ടുകാരതിന്റെ ഉത്തരം മലയാളത്തിൽ പറഞ്ഞാൽ മതിയേ. കൈഫ സഖത സുഅ്ബാനു മിനശ് ഷജറ. മരത്തിലേക്ക് കിളിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി കേറിയതായിരുന്നു സുഅ്ബാന്. കൈഫ സഖത. എങ്ങനെയാണ് അവൻ വീണത്? മിനശ് ഷജറത്തി. ആ മരത്തിൽ നിന്ന് എങ്ങനെയാണ് വീണത്? ഫക്കിറു യാ അഹ്ബാബി. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കും വീണിരിക്കുക? അയിന ഉമ്മു ലഖ്ലഖ്. ലഖ്ലഖിന്റെ മക്കളല്ലേ ഒഷിലുള്ളത് കൂട്ടില്? അയിന ഉമ്മു ലഖ്ലഖ്. ലഖ്ലഖിന്റെ ഉമ്മ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ആരോ ഒരാൾ കൊത്തിയിട്ടാണ് സുഅ്ബാന് നിലത്ത് വീണതല്ലേ? മൻ നഖറ സുഅ്ബാനൻ. ആരാണ് സുഅ്ബാനിനെ കൊത്തിയത്? കൊത്തിയപ്പം അതാ കിടക്കുന്നു താഴെ. ആര്? സുഅ്ബാന്. മൻ നഖറ സുഅ്ബാനൻ. ആരാണ് പാമ്പിനെ കൊത്തിയത്? മൻ അൻജാഹും. ആരായിരിക്കും അഫ്രാഹുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവുക? കൂട്ടുകാർക്ക് ഉത്തരം കിട്ടിയോ? കൂട്ടുകാരുടെ മനസ്സിൽ ഇതിനുള്ള ഇജാബാത്ത് തോന്നിയിട്ടുണ്ടാവും അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ ഉത്തരമില്ലേ? നാം മക്കളെ, എങ്കിൽ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കൂട്ടുകാർ വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വായിക്കുന്നിടത്തേക്ക് നിങ്ങൾ നോക്കുകയും ചെയ്യണേ. സുയാഹുൻ മിൻ ഷജറത്തിൻ. യൗമൻ കാന ഗുറാബുൻ യതീറു സബാഹൻ ഫസമിഅൽ ഗുറാബു സിയാഹൻ. മാദാ ഹദസ? ഹൽ ഹാദാ സിയാഹുൽ അഫ്രഖ്? നഅം മിൻ തിൽക ഷജറതി അസ്റഅൽ ഗുറാബു നഹ്വ ഷജറതി ഫറഅൽ ഗുറാബു മൻളറൻ മുഖീഫൻ. കൂട്ടുകാരെ, സിയാഹുൻ മിൻ ഷജറ മരത്തിൽ നിന്നുള്ള ഒരു നിലവിളിയാണ്. ഒന്ന് പറഞ്ഞേ മക്കളെ. സുയാഹുൻ മിൻ ഷജറ മരത്തിൽ നിന്നുള്ള നിലവിളി. യൗമൻ കാന ഗുറാബുൻ യതീറു സബാഹൻ. ഒരു ദിവസം നമ്മുടെ കാക്ക രാവിലെ പറന്നു പോവുകയായിരുന്നേ. യൗമൻ ഒരു ദിവസം. കാന ഗുറാബുൻ കാക്ക. യതീറു സബാഹൻ രാവിലെ പറന്നു പോവുകയായിരുന്നു. ഫസമിഅൽ ഗുറാബു അങ്ങനെ കാക്ക കേട്ടു. സുയാഹൻ ഒരു നിലവിളി കേട്ടു. മാദാ എന്താണ്? മാദാ ഹദസ എന്തു പറ്റി? ഹൽ ഹാദാ സിയാഹുൽ അഫ്രഖ്. ഹൽ ഹാദാ സിയാഹുൽ അഫ്രഖ്
ഇത് കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിലാണോ? നഅം, അതെ. മിൻ തിൽക ഷജറത്തി, ആ മരത്തിൽ നിന്നാണ്. അസ്റഅൽ ഖുറാബു, കാക്ക ധൃതിയിൽ ചെന്നു. നഹവ ഷജറത്തി, ആ മരത്തിന്റെ നേരെ ധൃതിയിൽ ചെന്നു. ഫറഅൽ ഖുറാബു മല്ലറൻ മുഖീഫൻ, അപ്പോൾ ആ പേടിപ്പെടുത്തുന്ന കാഴ്ച ഖുറാബ് കണ്ടു. ഇതിൽ കൂട്ടുകാരെ നിങ്ങൾക്ക് പ്രയാസമുള്ള അർത്ഥമറിയാത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സുയാഹുൻ മിൻ ഷജറ, മരത്തിൽ നിന്നുള്ള നിലവിളി. സുയാഹുൻ മിൻ ഷജറത്തിൻ, മരത്തിൽ നിന്നുള്ള നിലവിളി. യതീറു, പറക്കുന്നു. സ്വബാഹൻ, രാവിലെ. സമിഅ, കേട്ടു. കൂട്ടുകാരെ, നിങ്ങളുടെ ദഫ്തറിൽ ഈ വാക്കർത്ഥങ്ങൾ എഴുതി വെക്കുമല്ലോ. സുയാഹുൻ മിൻ ഷജറത്തിൻ, മരത്തിൽ നിന്നുള്ള നിലവിളി. യതീറു, പറക്കുന്നു. സ്വബാഹൻ, രാവിലെ. സമിഅ, കേട്ടു. അടുത്ത വാക്കുകൾ നോക്കൂ. സുയാഹൻ, നിലവിളി. മാദാ ഹദസ, എന്തു പറ്റി? അൽ അഫ്രാഹ, കിളിക്കുഞ്ഞുങ്ങൾ. അസ്റഅ, ധൃതിയിൽ ചെന്നു. നഹവ ഷജറത്തി, മരത്തിനു നേരെ. സുയാഹൻ, നിലവിളി. മാദാ ഹദസ, എന്തു പറ്റി? അൽ അഫ്രാഹ്, കിളിക്കുഞ്ഞുങ്ങൾ. അസ്റഅ, ധൃതിയിൽ ചെന്നു. നഹവ ഷജറത്തി, മരത്തിനു നേരെ. ഭംഗിയായി നിങ്ങളുടെ ദഫ്തറിൽ എഴുതിയെടുക്കണേ. അടുത്ത വാക്കുകൾ നോക്കൂ. റഅ, കണ്ടു. മല്ലറൻ, കാഴ്ച. മുഖീഫൻ, ഭയപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന. റഅ, കണ്ടു. മല്ലറൻ, കാഴ്ച. മുഖീഫൻ, ഭയപ്പെടുത്തുന്ന. കൂട്ടുകാരെ, നഖറഉ മഅൻ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. കൂട്ടുകാരും കൂടുമല്ലോ. സുയാഹുൻ മിൻ ഷജറത്തിൻ, മരത്തിൽ നിന്നുള്ള നിലവിളി. യൗമൻ കാന ഖുറാബുൻ യതീറു സബാഹൻ, ഒരു ദിവസം കാക്ക രാവിലെ പറക്കുകയായിരുന്നു. ഫസമിഅൽ ഖുറാബു സിയാഹൻ, അപ്പോൾ കാക്ക ഒരു നിലവിളി കേട്ടു. മാദാ മാദാ ഹദസ, എന്താണ് സംഭവിച്ചത്? ഹൽ ഹാദാ സുയാഹും മിനൽ അഫ്രാഹ്, കിളിക്കുഞ്ഞുങ്ങളുടെ നിലവിളിയാണോ ഈ കേൾക്കുന്നത്? നഅം, അതെ. മിൻ തിൽക ഷജറത്തി, ആ മരത്തിൽ നിന്നാണ് കേൾക്കുന്നത്. അസ്റഅൽ ഖുറാബു നഹ്വ ഷജറത്തി, കാക്ക മരത്തിന് നേരെ ധൃതിയിൽ പറന്നു ചെന്നു. ഫറഅൽ ഖുറാബു മല്ലറൻ മുഖീഫൻ, അപ്പോൾ കാക്ക പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ ആ കാഴ്ച കണ്ടു. നതഖയ്യലു വനഖൂലു, നമുക്ക് ഭാവനയിൽ കണ്ടു പറയാം. മാ ഹുവൽ മല്ലറുൽ മുഖീഫ്, എന്തായിരുന്നു ആ പേടിപ്പെടുത്തുന്ന കാഴ്ച? എന്തായിരുന്നു മക്കളെ? നമുക്ക് തുടർന്ന് വായിച്ചാലോ. യദുബ്ബു സുഅബാനുൻ ഇലാ ഉശ്ശിൽ ലഖ്ലഖി, പാമ്പ് യദുബ്ബു, ഇഴഞ്ഞ് നീങ്ങുന്നു. ഇലാ ഉശ്ശിൽ ലഖ്ലഖി, കൊക്കിന്റെ ഉശ്ശിലേക്ക്, കൂട്ടിലേക്ക്. ദഹിഷൽ ഖുറാബു, കാക്ക അമ്പരന്നു, അന്തം വിട്ടു. മാദാ അഫ്അലു, ഞാൻ എന്തു ചെയ്യും? ഫക്കർ ഫീ നഫ്സിഹി, കാക്ക മനസ്സിൽ ആലോചിച്ചു. ഫജ്അതൻ, പെട്ടെന്ന്. യഖ്തറബൽ ഖുറാബു മിനസ് സുഅബാൻ, കാക്ക പാമ്പിന്റെ അടുത്തേക്ക് ചെന്നു. വനഖറ മിറാറൻ, എന്നിട്ട് പലതവണ കൊത്തി. ഫസഖത സുഅബാനു, അങ്ങനെ പാമ്പ് വീണു. മിനശ്ശജറത്തി, മരത്തിൽ നിന്ന്. കൂട്ടുകാരെ, നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കിയാലോ. മാ ഹുവൽ മല്ലറുൽ മുഖീഫ്, എന്തായിരുന്നു ആ പേടിപ്പെടുത്തുന്ന കാഴ്ച?
യദുബ്ബു സുഅ്ബാനുൻ പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു ഇലാ ഉശ്ശിൽ ലഖ്ലഖി കൊക്കിന്റെ കൂട്ടിലേക്ക്. ദഹിശൽ ഖുറാബ് കാക്ക അമ്പരന്നു. മാദാ അഫ്അലു ഞാൻ എന്താണ് ചെയ്യുക? ഫക്കറ ഫീ നഫ്സിഹി കാക്ക അവന്റെ മനസ്സിൽ ആലോചിച്ചു. ഫജഅതൻ പെട്ടെന്ന് യഖ്തറബൽ ഖുറാബു മിന സുഅ്ബാനി കാക്ക പാമ്പിന്റെ അടുത്തേക്ക് ചെന്നു. വനഖറ മിറാറൻ അങ്ങനെ പല തവണ കൊത്തി. ഫസഖത സുഅ്ബാനു മിന ശജറ അങ്ങനെ പാമ്പ് മരത്തിൽ നിന്ന് വീണു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള വാക്കർത്ഥങ്ങൾ കുറെ കിട്ടാനുണ്ടാകുമല്ലേ? നമുക്ക് അവയൊന്ന് പരിചയപ്പെട്ടാലോ? യദുബ്ബു ഇഴഞ്ഞു വരിക, ഉഷ് കാക്കക്കൂട്, ദഹിഷ പരിഭ്രമിച്ചു, മാദാ അഫ്അലു ഞാൻ എന്തു ചെയ്യും? യദുബ്ബു ഇഴഞ്ഞു വരിക, ഉഷ് കാക്കക്കൂട്, ദഹിഷ പരിഭ്രമിച്ചു, മാദാ അഫ്അലു ഞാൻ എന്തു ചെയ്യും? ഫക്കറ ഫീ നഫ്സിഹി മനസ്സിൽ ആലോചിച്ചു. ഫജഅതൻ പെട്ടെന്ന്, യഖ്തറബ അടുത്തു, നഖറ കൊത്തി. ഫക്കറ ഫീ നഫ്സിഹി മനസ്സിൽ ആലോചിച്ചു. ഫജഅതൻ പെട്ടെന്ന്, യഖ്തറബ അടുത്തു വന്നു, നഖറ കൊത്തി, മിറാറൻ പലതവണ കൊത്തി, സഖത വീണു, മിറാറൻ പലതവണ കൊത്തി, സഖത വീണു. സുയാഹുൻ മിൻ ഷജറ മരത്തിൽ നിന്നുള്ള ഒരു നിലവിളി. യൗമൻ കാന ഖുറാബുൻ യത്വീറു സബാഹൻ ഒരു ദിവസം രാവിലെ കാക്ക പറക്കുകയായിരുന്നു. ഫസമിഅൽ ഖുറാബു സുയാഹൻ അപ്പോൾ കാക്ക ഒരു കരച്ചില് കേട്ടു. മാതാ മാതാ ഹദസ എന്താ എന്താ പറ്റിയത്? ഹൽ ഹാദാ സിയാഹുൽ അഫ്രാഹ് ഇത് കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിലാണോ? ഹൽ ഹാദാ സിയാഹുൽ അഫ്രാഹ് ഇത് കിളിക്കുഞ്ഞുങ്ങളുടെ കരച്ചിലാണോ? നഅം മിൻ തിൽക ഷജറതി അതെ ആ മരത്തിൽ നിന്നാണ്. അസ്റഅൽ ഖുറാബു നഹ്വ ഷജറ മരത്തിന് നേരെ ഖുറാബ് ധൃതിയിൽ ചെന്നു. ഫറഅൽ ഖുറാബു മല്ലറൻ മുഖീഫൻ അപ്പാ ഭീതിപ്പെടുത്തുന്ന കാഴ്ച കാക്ക കണ്ടു. എന്താണ് ആ ഭീതിപ്പെടുത്തുന്ന കാഴ്ച? നാം ലഖ്ലഖിന്റെ അഫ്രാഹുകളെ ഒരു പാമ്പ് പിടിക്കാൻ നിൽക്കുന്നു. മാ ഹുവൽ മല്ലറുൽ മുഖീഫ് ആ ഭീതിപ്പെടുത്തുന്ന കാഴ്ച എന്താണ്? യദുബ്ബു സുഅ്ബാനുൻ ഇലാ ഗുശ്ശിൽ ലഖ്ലഖ് കൊക്കിന്റെ കൂട്ടിലേക്ക് പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു. ദഹ്ശൽ ഖുറാബു ഇത് കണ്ട കാക്ക അമ്പരന്നു. മാദാ അഫ്അലു ഞാൻ എന്ത് ചെയ്യും? ഫക്കറ ഫീ നഫ്സിഹി അവന്റെ മനസ്സിൽ ആലോചിച്ചു. ഫജഅതൻ പെട്ടെന്ന്, ഇഖ്തറബൽ ഖുറാബു മിന സുഅ്ബാൻ സുഅ്ബാനിനോട് അടുത്തു കാക്ക. വ നഖറ മിറാറൻ അതിനുശേഷം കാക്ക എന്താണ് മക്കളെ ചെയ്തത്? വ നഖറ മിറാറൻ പല തവണ ആ പാമ്പിനെ കൊത്തി. വ നഖറ മിറാറൻ പല തവണ പാമ്പിനെ കൊത്തി. അപ്പോൾ എന്ത് ചെയ്തു? ഫസഖത സുഅ്ബാനു മിന ഷജറ മരത്തിൽ നിന്ന് പാമ്പ് വീണു. ഫസഖത അസ്സുഅ്ബാനു മിന ഷജറ മരത്തിൽ നിന്ന് പാമ്പ് വീണു. അപ്പൊ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ? നഅം അങ്ങനെ പാമ്പ് വീണു. കൂട്ടുകാരെ,
ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വായിച്ചു നോക്കിയാലോ? കൂട്ടുകാരൊക്കെ ഇത് ദഫ്തറിൽ എഴുതുകയും ചെയ്യണേ. മതാ കാന യതീറുൽ ഖുറാബ്, കാക്ക എപ്പോഴാണ് പറന്നിരുന്നത് മക്കളെ? കാന ഖുറാബുൻ യതീറു സ്വബാഹൻ, രാവിലെയാണ് കാക്ക പറന്നു പോയത്. മാദാ സമിഅൽ ഖുറാബു, കാക്ക എന്താണ് കേട്ടത്? സമിഅൽ ഖുറാബു സിയാഹൻ, കാക്ക കേട്ടത് എന്താണ്? നിലവിളിയാണ്, കരച്ചിലാണ് കേട്ടതല്ലേ? ഇലാ ഐന അസ്റഖൽ ഖുറാബു, കാക്ക എവിടേക്കാണ് ധൃതിയിൽ ചെന്നത്? അസ്റഖൽ ഖുറാബു നഹ്വ ഷജറതി, മരത്തിന് നേരെയാണ് കാക്ക ധൃതിയിൽ പോയത്. മൻ യദുബ്ബു ഇലാ ഉശ്ശിൽ അഖ്ലഖി, കൊക്കിന്റെ കൂട്ടിലേക്ക് ആരാണ് മക്കളെ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങിയിരുന്നത്? സൗബാൻ അല്ലേ? യദുബ്ബു സൗബാൻ ഇലാ ഉശ്ശിൽ അഖ്ലഖ്, കൊക്കിന്റെ കൂട്ടിലേക്ക് സൗബാനാണ് ഇഴഞ്ഞു നീങ്ങിയത്. മാദാ ഹദസ ലി സൗബാൻ അഖീറൻ, അവസാനം എന്താണ് പാമ്പിന് സംഭവിച്ചത്? എന്താണ് അവസാനം സംഭവിച്ചത് പാമ്പിന്? സഖത സൗബാനു മിനശ്ശജറ, മരത്തിൽ നിന്ന് സൗബാൻ വീണു. മറ്റു ചില ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. മതാ യതീറുൽ ഖുറാബു, എപ്പോഴാണ് കാക്ക പറന്നിരുന്നത്? എപ്പോഴാണ് കാക്ക പറന്നിരുന്നത്? വൈകുന്നേരമാണോ രാവിലെയാണോ? യതീറുൽ ഖുറാബു സ്വബാഹൻ, രാവിലെയാണ് കാക്ക പറന്നിരുന്നത്. മാദാ സമിഅൽ ഖുറാബു, എന്താണ് കാക്ക കേട്ടത്? സമിഅൽ ഖുറാബു സിയാഹൻ, കാക്ക ഒരു നിലവിളിയാണ് കേട്ടത്. ശരിയല്ലേ? അടുത്ത ചോദ്യം, മിൻ ഐന റഫഅ സിയാഹ്, എവിടെ നിന്നാണ് ആ നിലവിളി ഉയർന്നത്? എവിടെ നിന്നാണ് മക്കളെ? റഫഅ സിയാഹു മിൻ ഷജറത്തിൻ, മരത്തിൽ നിന്നാണ് നിലവിളി ഉയർന്നത്. അല്ലെങ്കിലോ മിനൽ ഔഷ്, കൂട്ടിൽ നിന്നാണ് നിലവിളി ഉയർന്നത്. മാദാ റഅൽ ഖുറാബു, കാക്ക എന്താണ് കണ്ടത്? എന്താണ് കാക്ക കണ്ടത്? റഅൽ ഖുറാബു യദുബ്ബു സുഅബാനുൻ ഇലാ ഉശ്ശിൽ അഖ്ലഖ്, കാക്ക കണ്ടത് പാമ്പ് കൊക്കിന്റെ കൂട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതാണ് കാക്ക കണ്ടത്. സുആലുൽ അഖീർ, അവസാനത്തെ ഒരു ചോദ്യം. മാദാ ഫഅലൽ ഖുറാബു, കാക്ക എന്താണ് ചെയ്തത്? ഇഖ്തറബൽ ഖുറാബു, കാക്ക അടുത്ത് ചെന്നു. മിന സുഅബാൻ, പാമ്പിന്റെ അടുത്തേക്ക് ചെന്നു. വനഖറ മിറാറൻ, എന്നിട്ട് പല തവണ കാക്കയെ കൊത്തി. കാക്കയെ കൊത്തിയപ്പോ കാക്ക എന്താ ചെയ്തത്? സഖത സുഅബാനു മിനശ് ഷജറ, മരത്തിൽ നിന്ന് കാക്ക വീണു. കൂട്ടുകാരെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ഈ വീഡിയോയിൽ നമ്മൾ ഈ ചെയ്ത ചോദ്യോത്തര ഭാഗമുണ്ടല്ലോ, അവ നന്നായി ശ്രദ്ധയോടെ വായിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളിൽ നല്ല എഴുതാനൊക്കെ കഴിയുന്ന കുട്ടികൾ ഉണ്ടാവും. അവർ കഴിവിന്റെ പരമാവധി നന്നാക്കി നിങ്ങളുടെ ദഫ്തറിൽ എഴുതി വെക്കുകയും ചെയ്യണം. ദഫ്തറിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. എല്ലാ കുട്ടികളും പരമാവധി ശ്രദ്ധിക്കുമല്ലോ. ഇനി നോക്കൂ, നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ചില ചിത്രങ്ങളാണ്. നതഅറഫു, നമുക്ക് അവയൊന്ന് പരിചയപ്പെട്ടാലോ മക്കളെ? അറിയാമല്ലോ, നമ്മുടെ ഈ കഥയിൽ പങ്കെടുത്ത കഥാപാത്രങ്ങളാണല്ലേ. ആരൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്നത്? ലഖലഖുണ്ട്, നമുക്ക് 1ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. അഫ്രാഖ്, സുഅബാന്, ഇതൊക്കെ നമ്മൾ ഒന്നിൽ നിന്ന് തന്നെ പഠിച്ചതാണല്ലേ. ഖുറാബ്, കാക്ക. കൂട്ടുകാരെ, നിങ്ങൾക്ക് വരക്കാനൊക്കെ പാകത്തിലുള്ള ചിത്രമാണ്. കഴിയുന്ന കുട്ടികൾ വരക്കണം, കഴിയുന്ന കുട്ടികൾ, അല്ലാത്ത കുട്ടികൾ വരക്കേണ്ടതില്ല. കഴിവിന്റെ പരമാവധി നിങ്ങൾക്ക് നന്നായി വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരക്കണേ. ലഖലഖ് ഉണ്ട്, അഫ്രാഖ് ഉണ്ട്, സുഅബാൻ ഉണ്ട്, ഖുറാബ് ഉണ്ട്. എന്നിട്ട് നല്ല കുട്ടികളായി വരച്ചതിന്റെ താഴെ ഈ പദങ്ങൾ എഴുതണം. എങ്ങനെ? ലഖലഖ് എന്ന് എഴുതണം, അഫ്രാഖ് എഴുതണം, സുഅബാൻ എഴുതണം, ഖുറാബ് എഴുതണം. അറബി പദങ്ങളും എഴുതി
നല്ല മനോഹരമായി വരക്കാൻ കഴിയുന്ന കുട്ടികൾ വരക്കണേ. വരച്ചിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്നാൽ നിർത്തുകയല്ലേ. ഇന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് രസകരമായി തോന്നിയ അടിപൊളി ഒരു കഥ കേട്ടു. ഖിസ്സ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായല്ലോ. എങ്കിൽ നമുക്കിന്ന് അവസാനിപ്പിക്കാം. ദുംതും ഫീ റിആയത്തില്ലാഹി വഹിഫ്ളിഹി. റബ്ബിന്റെ തുണയും രക്ഷയും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും.